മത്തിക്കറി ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ടോ? മത്തിക്കറി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വായിൽ നിന്ന് വെള്ളം വരും. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ചട്ടിയിൽ ഒഴിച്ച് അതങ്ങോട്ട് ചൂടായി കഴിയുമ്പം കടുക് ഉലുവയൊക്കെ ഇട്ട് കൊത്തി അരിഞ്ഞ സവാള അല്പം കറിവേപ്പിലൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നന്നായിട്ട് മിക്സാക്കി അതൊന്ന് വാടി വരുമ്പം പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് വേണം ഇനി ഉപ്പിടാനായിട്ട്. തക്കാളി ഇട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി നന്നായിട്ട് വെന്ത് വരും. അതിനുശേഷം 2 തവിയോളം കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കണം കേട്ടോ. ഇതിങ്ങനെ ചെയ്താലേ കിഡിലനായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരും. ഇനി പുളി ഇടുക, പച്ചമുളക് ഇടുക, തക്കാളി ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. നന്നായിട്ട് വെന്തുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇനി കറിക്ക് ആവശ്യത്തിന് വേണ്ട ചാറ് ഒഴിച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുഞ്ഞൻ മത്തിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കിഡിലൻ ടേസ്റ്റുള്ള മത്തിക്കറി റെഡിയായി. മത്തിക്കറി കണ്ട് കൊതി വന്നവർ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പീസ് ആയിട്ട് കൂട്ടുകാരെ.